നമുക്ക് യേശുക്രിസ്തു മാത്രം പോരാ, മറ്റ് പലതും വേണം. അല്ല, നമ്മുടെ ഇടയിൽ ഇപ്പൊ അതാ, യേശുക്രിസ്തു മാത്രം പോരാ, നമുക്ക് MLA വേണം, MP വേണം, പിന്നെ മന്ത്രി വേണം, എല്ലാം വേണം നമുക്ക്. തന്നെയല്ല, നമ്മൾ ഓണം ആഘോഷിക്കണം, ക്രിസ്തുമസ് ആഘോഷിക്കണം, ഈസ്റ്റർ ആഘോഷിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ എല്ലാവരും പരുങ്ങുന്നിരുന്നു. നമുക്ക് ചടങ്ങുകൾ വേണം, ഒത്തിരി അതിലൊക്കെ നമ്മളും കൂടണം, നമുക്കെല്ലാം വേണം. യേശു മാത്രം പോരെ, യേശു വേണം. പക്ഷെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യേശുവിനെ കൊണ്ട് മാത്രം ഒക്കത്തില്ല. ഇത് കൊലോസ്യ സഭയെ കൊണ്ടുവന്നു. ഇപ്പോഴത്തെ സഭയ്ക്കകത്തെല്ലാം ഇത് കൊണ്ടുവന്നിരിക്കുക. ഞാൻ ഇപ്പം അതിന് മുതിരുന്നില്ല, വിഷയം വേറെ ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആശയം ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നപ്പോൾ പൗലോസ് അതിനെ നഖശികാന്ത് എതിർത്തേച്ച് പറയുകയാണ്, ഈ പറഞ്ഞതൊന്നും നമുക്ക് ആവശ്യമില്ല. അത് ആവശ്യമുള്ളവരുണ്ട്, അവരതെടുക്കട്ടെ, നമ്മളിപ്പോൾ ഉടക്കുണ്ടാക്കണ്ട. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശുകെടുത്ത് കർത്താവിൻ്റെ വരവിനായി നോക്കിപ്പാർക്കുന്ന നിനക്ക് യേശുക്രിസ്തു മാത്രമാണ് പ്രധാനപ്പെട്ട വ്യക്തി, വേറൊന്നുമില്ല. അതെല്ലാം ഇതിൻ്റെ കീഴിലാണ്, അല്ലാതെ ഇതിനോട് സമമല്ല, ഇതിൻ്റെ മേളിലുമല്ല, ഇതെല്ലാം ഇതിന് കീഴാണ്. അപ്പൊ 17-ാം വാക്യം വായിച്ചേ, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ പൗലോസ്. വായിച്ചേ 1:17 പെട്ടെന്ന്. അവൻ സർവത്തിന് മുമ്പെയുള്ള മതി. മറ്റു പലതും സഭയ്ക്കകത്ത് വേണമെന്ന് ശഠിച്ചപ്പോൾ ആമേൻ പൗലോസ് പറയുകയാ, അവിടുന്നാണ് സകലത്തിന് മുമ്പേ ഉള്ളവൻ, അവിടുന്ന് മാത്രമാ ശ്രേഷ്ഠൻ, നമുക്കത് മതി. ഇപ്പോൾ 2 പാട്ടുണ്ട്, രണ്ട് വ്യത്യസ്തമാണ്. ഒരു പാട്ടുണ്ട്, ഇത് പോരാ എന്ന്. അങ്ങനൊരു പാട്ടില്ലേ, ഇത് സ്റ്റാലി എൻ്റെ വരിയൊന്നും, ഇത് പോരായ. അപ്പം വേറൊരു പാട്ട്, ഇത് മതിയെന്ന്, എനിക്കത് മതി. അങ്ങനെ ഒരു പാട്ടുണ്ട്. ഞാനിത് രണ്ടും പാടാറില്ല. ചാലി പാടുമെന്നാണ് തോന്നുന്നു. ചാലിക്ക് അത്രയൊക്കെയാണ് ഇഷ്ടം. അതെ, ഇപ്പൊ അങ്ങോട്ടൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. യേശുക്രിസ്തു സകലത്തിന് മുമ്പേ ഉള്ളവൻ.